കൃഷിയും ടൂറിസവും പ്രധാന വരുമാന മാർഗം. 2 പ്രളയവും പിന്നാലെ കോവിഡും. തകർന്നു വീണ വയനാട് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് മുമ്പെങ്ങുമില്ലാത്ത വേദനയോടെയാണ്. ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് മത്സരരംഗത്ത്. ലോക്സഭയിൽ വൻ ഭൂരിപക്ഷത്തിന് UDF തിരഞ്ഞെടുക്കാറുള്ള വയനാട് പക്ഷേ നിയമസഭയിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ആരെ പിന്തുണയ്ക്കുമെന്നത് പ്രവചനാതീതം. മുന്നണി സമവാക്യങ്ങളിൽ മാറ്റം വന്നതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണിത്. ലോക് താന്ത്രിക് ജനതാദളും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും LDFനൊപ്പം ചേർന്നത് മുന്നണിയിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഓരോ വോട്ടും നിർണായകമായ തിരഞ്ഞെടുപ്പിൽ LJDക്ക് ജില്ലയിലുള്ള സ്വാധീനം അനുകൂലമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. നഗരസഭകളിൽ 5 സീറ്റുകളിലാണ് LJD ഈ തിരഞ്ഞെടുപ്പിൽ വിജയം തേടുന്നത്. ദേശീയ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ വയനാട്ടിൽ UDFന് അനുകൂലമാക്കുമെന്നാണ് മുന്നണി പുലർത്തുന്ന വിശ്വാസം. പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം ഉറപ്പാക്കിയാണ് ഇപ്രാവശ്യം UDFന്റെ സീറ്റ് വിഭജനം. കൂടുതൽ സീറ്റുകളിൽ ആധിപത്യം നേടാൻ ഉറപ്പിച്ചു തന്നെയാണ് NDA തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 100-ലധികം സീറ്റുകൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടാനാവുമെന്നാണ് NDA പ്രതീക്ഷ. ഏറെക്കാലമായി പരിഹാരം കണ്ടെത്താതെ അവശേഷിക്കുന്ന ജില്ലയുടെ പ്രധാന ആവശ്യങ്ങളായ ചുരം ബദൽ പാത, മെഡിക്കൽ കോളേജ്, വന്യമൃഗശല്യം, റെയിൽപാത എന്നിവ തന്നെയാണ് മുന്നണികൾ പ്രകടന പത്രികയിൽ ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങൾ. പ്രളയ പുനരധിവാസ പദ്ധതികളുടെ മേൽ ഉയർന്നിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും രാഷ്ട്രീയ ചൂട് തീവ്രമാക്കുന്നു. നിസ്സാരമായ വോട്ടുകളുടെ എണ്ണത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം മാറിമറിയുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ സ്ഥിതിയും വ്യത്യസ്തമാകാനിടയില്ല. എങ്കിലും ആരും പ്രചാരണത്തിൽ അല്പം പോലും മാറ്റം കുറയ്ക്കുന്നില്ല. വയനാട് നേരിടുന്ന പുതിയ സാഹചര്യങ്ങൾ ആർക്കാണ് വോട്ടായി മാറുകയെന്നത് പ്രവചനാതീതം.